നവാഖിദുൽ വുളു ആണ് ഇന്നത്തെ ചർച്ച. വുളു മുറിയുന്ന കാര്യങ്ങളാണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ പ്രധാനമായും നാലെണ്ണമാണുള്ളത്. അൽ ഔവലു, ഒന്നാമത്തേത് ഖുറൂജു ഷൈഇൻ ഗൈരി മനിഹി മിൻ ഫർജിൻ, മനുഷ്യന്റെ ഫർജിൽ നിന്നും, ഗുഹ്യ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സെക്ഷൽ ഓർഗനിൽ നിന്നും മനിയല്ലാത്ത മറ്റു വല്ലതും പുറപ്പെടുക. മനിയല്ലാത്ത മറ്റു വല്ലതും പുറപ്പെടുക. ഔ സഖബിൻ തഹ്ത സുറത്തിൻ, അല്ലെങ്കിൽ മനുഷ്യന് അങ്ങനെ സ്വാഭാവികമായ സെക്ഷൽ ഓർഗനിൽ നിന്ന് തന്നെ വന്നോളന്നില്ല. പൊക്കിളിന് താഴെ ഉണ്ടാക്കിയിട്ടുള്ള ഏത് ദ്വാരത്തിൽ നിന്ന് വന്നാലും വുളു മുറിയും. കാരണം എല്ലാ സമയത്തും മനുഷ്യന്റെ സ്വന്തം സെക്ഷൽ ഓർഗൻ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചോളന്നില്ല. ഇപ്പോൾ വല്ല ഓപ്പറേഷന്റെ ഭാഗമായോ ചികിത്സയുടെ ഭാഗമായോ ഒക്കെ ദ്വാരത്തിലൂടെയായിരിക്കും ഇതൊക്കെ വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നാലും മനിയല്ലാത്തത് വന്നാൽ വുളു മുറിയുന്നതാണ്. അത് ഐനൻ കാന ഔ റീഹൻ, അത് തടിയുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ കാറ്റ് പോലെയുള്ളതാണ്. റുത്തുബൻ ഔ ജാഫൻ, അല്ലെങ്കിൽ ഉണങ്ങിയ രീതിയിലാണ് വന്നത് അല്ലെങ്കിൽ പച്ചയായിട്ടാണ് വന്നത്. ഔ മുഅ്താദൻ ഔ നാദിറൻ, സാധാരണ വരുന്നത് പോലെയാണ് വന്നത് അല്ലെങ്കിൽ അപൂർവം ഏറെ കളറൊക്കെയാണ്. അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല. മുത്തസിലൻ ഔ മുൻഫസിലൻ, ഒന്നാകെ അങ്ങോട്ട് വന്നിക്കാണ്. ഔ മുൻഫസിലൻ, അല്ലെങ്കിൽ കുറച്ച് 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 ഇങ്ങനെ വന്ന്, എങ്ങനെ വന്നാലും തൗഅൻ ഔ കർഹൻ, നമ്മള് സ്വമേധയാ വരുത്തിയതാണ്, മുക്കി മുക്കി വരുത്തിയതാണ്, അല്ലെങ്കിൽ ഒരാൾ ചവിട്ടിയപ്പം അങ്ങോട്ട് വന്നതാണ്, അല്ലെങ്കിൽ സാധാരണ പോലെ വന്നതാണ്, എങ്ങനെയായാലും കുഴപ്പമില്ല. അംദൻ ഔ സഹൻ, മറന്നു വന്നതാണ്, ഞാനങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു അപ്പം അങ്ങോട്ട് വന്നതാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്, എങ്ങനെ വന്നാലും ശരി നമ്മൾ ഈ പറഞ്ഞ സെക്ഷൽ ഓർഗനിലൂടെയോ അല്ലെങ്കിൽ പൊക്കിളിന് താഴെയുള്ള ദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത എന്ത് വന്നാലും വുളു മുറിയുന്നതാണ്. അതേസമയം വൽ മയ്യിത്തു ലാ തന്തഖിലു ത്വഹാറത്തുഹു ബിഖുറൂജി ഷൈഇൻ മിൻഹു, മയ്യിത്തിന്റെ കാര്യത്തിൽ എക്സെപ്ഷൻ ആണ്. കാരണം മയ്യിത്തിന് ഉത്തരവാദിത്തമില്ല. കാരണം മയ്യിത്തിന്റെ ജീവൻ, റൂഹ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മയ്യിത്തിൽ നിന്ന് എന്ത് വന്നാലും മയ്യിത്തിന്റെ വുളു മുറിയൊന്നുമില്ല. വൈന്നമാ തജിബു ഇസാലത്തു നജാസത്തു മിൻഹു, പിന്നെ മയ്യിത്തായതുകൊണ്ട് വുളു എടുത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. എന്താണോ വന്നത്, നജസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കൽ മാത്രമാണ് നിർബന്ധം, അല്ലാതെ മയ്യിത്തിന്റെ വുളു കുളിയൊന്നും മുറിയുന്ന കാര്യം ഇല്ല. ഇതാണ് ഒന്നാമത്തേത്, മനിയല്ലാത്ത വലുതും പുറപ്പെടാം, മൂത്രവും കാഷ്ടമൊക്കെ പെടും. രണ്ടാമത്തെ കാര്യം സവാലു തമീസിൽ അഖലി, ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധി നഷ്ടപ്പെടുക എന്നതല്ല, ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുക. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുമ്പം ബുദ്ധി നഷ്ടപ്പെട്ട പോലെ തന്നെ ആയിരിക്കും. കള്ളു കുടിച്ച് മസ്തായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. അയാൾക്ക് ബുദ്ധി ഉണ്ട്, പക്ഷെ ആ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടു. ഈ രീതിയിൽ കഞ്ചാവ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ബോധം കെട്ടിട്ടോ അങ്ങനെയൊക്കെ, അതാണ് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുക, വുളു മുറിഞ്ഞു പോകുന്ന കാര്യമാണ്. ബിസക്രിൻ, അത് മസ്തായിട്ടായിരിക്കും. ഔ ജുനൂനിൻ, അല്ലെങ്കിൽ ഭ്രാന്തായിട്ടുണ്ടായിരിക്കും. ഔ യഹ്മാൻ, അല്ലെങ്കിൽ ബോധം കെട്ടുകൊണ്ടായിരിക്കും. അവൻ നൗമിൻ, അല്ലെങ്കിൽ ഉറങ്ങിയത് കൊണ്ടായിരിക്കും. ഏത് കാരണം കൊണ്ടായാലും ശരി വുളു മുറിഞ്ഞു പോകും. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇല്ല നൗമ മുമക്കിനിൻ മഖഅദഹു, ചന്തി ഉറപ്പിച്ച് നിലത്തുറപ്പിച്ച് ഇരിക്കുന്ന രീതിയിലുള്ള ഉറക്കം, ആ ഉറക്കം കൊണ്ട് വുളു മുറിയില്ല. കാരണം വുളു മുറിയാനുള്ള സാധ്യത അവിടെ ഇല്ല എന്നുള്ളതാണ്. വുളു പോകാനുള്ള സാധ്യത നമ്മൾ തടഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ലാ യൻതഖിലുൽ വുളൂ ബിനുആസിൻ, അതുപോലെ തന്നെ തൂങ്ങി ഉറങ്ങിയാലും വുളു മുറിയൂല. കാരണം തൂങ്ങി ഉറങ്ങിയാൽ ചുറ്റുമുള്ളതൊക്കെ നമുക്ക് അറിയും അല്ലേ, നമ്മളിങ്ങനെ ഉറങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ, അപ്പൊ ബുദ്ധി പോയിട്ടില്ല. വലാ ബി അവാഇലി നശ്വത്തി സക്രി, അല്ലെങ്കിൽ മസ്താവാൻ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. കള്ള് 4 പെഗ്ഗണ്ട് കുടിച്ചിട്ട് മസ്തിന്റെ ഒരു ലക്ഷണം അങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ, ബുദ്ധി പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തുടക്കം ഉണ്ടായിരുന്നത് കൊണ്ട് വുളു മുറിയൂല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാരണം മസു ഫർജിൽ ആദമി ബി ബത്തുനിൽ കഫ്, മനുഷ്യന്റെ കൈയിന്റെ പള്ള കൊണ്ട്, കൈയിന്റെ പള്ള എന്ന് പറഞ്ഞാൽ കൈ രണ്ടും നമ്മൾ ഒരുമിച്ച് കൂട്ടി വെക്കുമ്പോൾ പരസ്പരം യോജിച്ച് നിൽക്കുന്ന ഭാഗങ്ങളെയാണ് കൈയിന്റെ പള്ള എന്ന് പറയാം. അതുകൊണ്ട് മനുഷ്യന്റെ ഗുഹ്യാവയവത്തെ തൊടുക, അത് മുൻദ്വാരമായാലും പിൻദ്വാരമായാലും ശരി. കുബുലൻ ഖാന ഔ ദുബറൻ, അല്ലെ, അത് മുന്നാണെങ്കിലും പിന്നെ ആണെങ്കിലും, സലീമൻ ഔ അശല്ല, ആരോഗ്യമുള്ളതാണെങ്കിലും ആരോഗ്യമില്ലാത്തതാണെങ്കിലും, മുത്തസിലൻ ഔ മുൻകത്തിയൻ, മുറിഞ്ഞു പോകുന്നതാണെങ്കിലും അവിടെ ശരീരത്തിലുള്ളതാണെങ്കിലും, വലൗലി മയ്യത്തിൻ ഔ സോയിരിൻ, അത് മരിച്ച മയ്യത്തിൻ്റെതാണെങ്കിലും ശരി ചെറിയ കുട്ടികളുടെ ശരി, തൊട്ടാൽ വുളു മുറിയും. ചില പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കുട്ടികളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നെ സെക്ഷൽ ഓർഗനെ തൊടും എന്നൊക്കെ പറഞ്ഞിട്ട് താലോലിപ്പിന്റെ ഒരു ഭാഗമാണത് എന്ന് വിചാരിച്ചിട്ട് വുളു മുറിയായിരിക്കില്ല. സെക്ഷൽ ഓർഗൻ ആരത് തൊട്ടാലും വുളു മുറിഞ്ഞു പോവും. മനസ്സിലായല്ലോ?
അംദൻ കാനൽ മസ്സൂസഫൻ, അത് മറന്നു തൊട്ടാലും ശരി, അറിയാതെ തൊട്ടാലും ശരി, അല്ലെങ്കിൽ മനഃപൂർവ്വം തൊട്ടാലും ശരി, എങ്ങനെയാലും ഉളൂ മുറിയും. വലായൻകുലു മസ്സുൽ ആനത്തി വ ബാത്തുനിൽ അലിയത്തി വൽ ഉൻസയേനി. അതേസമയം ഒരാളുടെ ഗുഹ്യരോമം തൊട്ടതുകൊണ്ടോ ചന്തിയുടെ ഉൾഭാഗം തൊട്ടത്, ചന്തിയുടെ പിന്നെ ഉൾഭാഗം എന്ന് പറയുമ്പം നമ്മുടെ പിന്നിൽ നിന്നും വേസ്റ്റ് വരുന്ന ഭാഗമല്ല, തുടയുമായി യോജിച്ച് വരുന്ന രണ്ട് സൈഡ് ഉണ്ടല്ലോ, അവിടെ തൊട്ടത് കൊണ്ടോ, അതുപോലെ തന്നെ വൽ ഉൻസയേൻ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളുടെ പെനിസിന്റെ താഴെ വരുന്ന ഭാഗം, രണ്ട് പിന്നെ കുരുവൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം തൊടുന്നത് കൊണ്ടോ, വലാമ കുത്തിഅഫിൽ ഖിതാനി, ഒരാളെ മാർക്കം കല്യാണം നടത്തുന്ന സമയത്ത്, കുട്ടികളുടെ സുന്നത്ത് കല്യാണം നടത്തുന്ന സമയത്ത് ഒഴിവാക്കുന്ന തോലിന്റെ ഭാഗമുണ്ട്, അത് തൊട്ടത് കൊണ്ടോ ഒളു മുറിയൂല. അതുപോലെ തന്നെ വലാ മസുൽ ഫർജി ബി റൂസിൽ അസാബി, നമ്മളുടെ വിരലിന്റെ അറ്റം കൊണ്ട് നമ്മളുടെ സെക്ഷൽ ഓർഗന് തൊട്ടാലും ഒളു മുറിയൂല. വമാ ബൈനഹ, വിരലുകളുടെ ഇടയിൽ തൊട്ടതുകൊണ്ടും മുറിയൂല. വഹർഫിഹ വഹർഫിർ റാഹത്തി, അതുപോലെ തന്നെ കൈയിന്റെ അറ്റങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മുൻകൈയിന്റെ പള്ളരെ അറ്റങ്ങൾ കൊണ്ട് തൊട്ടാലും ഉളു മുറിയൂല. വലായൻ തഖൽ ഉളുൽ മംസൂസ്, തൊടപ്പെട്ടവന്റെ ഉളു മുറിയൂല എന്ന് പറയുമ്പം, ഇപ്പൊ ഞാനാണ് ഒരു കുട്ടിയുടെ തൊട്ടതെങ്കിൽ ആ കുട്ടിയുടേത് മുറിയൂല, എന്റേതേ മുറിയുള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പം 3 പറഞ്ഞു. ഇനി 4-മത്തത് തലാഖി ബഷറത്തി ദക്കരിൻ വ ഉൻസ കബീറൈനി അജ്നബിയനി, വലിയവരും അന്യരുമായ ആണ് പെണ്ണുങ്ങളുടെ തൊലി തമ്മിൽ ചേരും.